NRPF ലിസ്റ്റിലുള്ള ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസി ഉറപ്പായിട്ടും റിജക്റ്റഡ് ആവും. ഇതൊരു രജിസ്ട്രേഷൻ പ്രോസസ്സാണെന്ന് പലർക്കും അറിയുന്നില്ല. അതായത് ഒരു പ്ലംബർ, ഒരു NVQ ഹോൾഡറാണ്, ഒരു ഇലക്ട്രീഷ്യൻ, ഒരു NVQ ഹോൾഡറാണ്, നാഷണൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളൊരു രജിസ്റ്റേർഡ് വ്യക്തിയാണ്. മൂന്ന് വർഷമായോ എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് എടുക്കാം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 3 വർഷമായാൽ RQF പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കാം, NVQ ഫ്രീ ആയിട്ട് പഠിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? അല്ലെങ്കിൽ 1 വർഷമായ ഫ്രീ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റഗറി ഈ ഇത്രയും സമയം കൊണ്ട്. ഈ സമയമല്ല അതിനെ തീരുമാനിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ വിസ സ്റ്റാറ്റസാണ്. ആ വിസ സ്റ്റാറ്റസ് ടെമ്പററി ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം അത് പഠിക്കാൻ പറ്റില്ല. ഇനി അഥവാ അത് ഒരു കോഴ്സ്, അങ്ങനത്തെ ഒരു NVQ പോലുള്ളൊരു പബ്ലിക് ഫണ്ടഡ് NRPF ലിസ്റ്റിലുള്ള ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസി ഉറപ്പായിട്ടും റിജക്റ്റഡ് ആവും. NRPF ലിസ്റ്റിന് ഒരു ചെറിയൊരു ഡേഞ്ചറസ് സോണുണ്ട്. NRPF എന്ന് പറഞ്ഞാൽ നോ റീകോഴ്സ് ടു പബ്ലിക് ഫണ്ട്സ്. കാരണം അതിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ഫണ്ട് ആർക്കാണ് ആക്സസിബിലിറ്റി ഉള്ളത് എന്നുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഫോർത്ത് ഇയറിലോ എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. ഈ 5th ഇയർ വരെ 5 ഇയർ വരെയുള്ള റൂട്ടിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 5 ഇയർ വരെ പോകാവുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹെൽത്ത് ആൻഡ് കെയർ വർക്ക് വിസയിലുള്ളവർ ടെമ്പററി സ്റ്റാറ്റസ് ആണ്. ആ ടെമ്പററി സ്റ്റാറ്റസ് ആയിട്ടുള്ളവരുടെ ഇപ്പുറത്തെ കോളം നോക്കൂ, എസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ എസ് എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ഈ ലിസ്റ്റിലുള്ളവരാണ്. ഈ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കോഴ്സ് ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് PR-ലേക്ക് നിങ്ങളെ എത്തിക്കില്ല. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കോഴ്സ് ഇപ്പം നിങ്ങളുടെ കെയർ ഹോം പറയുവാണ് അത് കുഴപ്പമില്ല എങ്കിലൊന്ന് റിട്ടേൺ ആയിട്ടൊരു ലെറ്റർ മേടിച്ച് വെക്കൂ, അല്ലെങ്കിൽ അത് പിന്നീടുള്ള ഭവിഷ്യത്തുകളിലേക്ക് എത്തിക്കും. ഭൂരിഭാഗം കാൻഡിഡേറ്റ്സിനും ഇതൊരു ചുമ്മാ ഒരു കോഴ്സായിട്ട് കാൽക്കുലേറ്റ്, അതായത് എന്തോ പഠിക്കുന്നു അവസാനം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ അല്ല, അതുപോലുള്ള ഒരു കോഴ്സ് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണെന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് NHS പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള NVQ പ്രോഗ്രാം ഉള്ളവരെ സ്പെസിഫിക്കലി സെലക്ട് ചെയ്യും.